എന്റെ ആത്മാവ് ദുഃഖത്താൽ ദ്രവിച്ചു പോകുന്നു. നിന്റെ വചനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. 2026 മാർച്ച് 13 വെള്ളി. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ സബ്ബത്തോസ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 9 വാക്യം 3 തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ അവർക്ക് പറഞ്ഞു, നിങ്ങളുടെ യാത്രയ്ക്ക് ഒന്നും കൊണ്ടുപോകരുത്, ഒരു കോലും ഒരു പിടിപ്പയായും റോട്ടിയും പൈസയും അല്ല, 2 വസ്ത്രങ്ങളും ധരിക്കരുത്. സുപ്രഭാതം സുഹൃത്തുക്കളെ. യേശു തന്റെ ശിഷ്യന്മാർക്ക് അധികാരം നൽകി പിന്നെ ഒരു കൽപ്പന നൽകുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം ഒന്നും കൊണ്ടുപോകരുത്. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരവും രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള ശക്തിയും നൽകി. ദൈവരാജ്യം പ്രഖ്യാപിക്കാനും സുഖപ്പെടുത്താനും അവരെ അയച്ചു. ഇപ്പോൾ അവരുടെ യാത്രയ്ക്ക് ഒന്നും കൊണ്ടുപോകരുതെന്ന് അവൻ കൽപ്പിക്കുന്നു. അവർ എവിടെ പോകുമ്പോഴും അവരുടെ എല്ലാ ആവശ്യങ്ങളും താൻ സംഭാലിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ലോകത്തിലേക്ക് ദൈവത്തിന്റെ ജനങ്ങൾ സേവനത്തിന് വിളിക്കപ്പെട്ട് ഒരു ദൗത്യം സംഖ്യകേത ചെയ്യപ്പെട്ടവർ പൂർണ്ണമായും ദൈവം സംരക്ഷിക്കുന്നു. ശിഷ്യന്മാർക്ക് ഒന്നും കൊണ്ടുപോകരുതെന്ന് യേശു പറയുന്നു. കാരണം ദൈവരാജ്യത്തിനായി ശിഷ്യന്മാർ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് തന്റെ സേവകരുടെയും ജനങ്ങളുടെയും എല്ലാ ആവശ്യങ്ങളും സംഭാലിക്കുന്നു, അവർ എവിടെ പോകുമ്പോഴും. കാരണം അവർ ദൈവരാജ്യം നിർമ്മിക്കുകയാണ്. അവർ ദൈവരാജ്യം പ്രഘോഷിക്കുകയാണ്. ആവശ്യമുള്ളവരെ സുഖപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സേവകരുടെ ആവശ്യങ്ങൾ ദൈവം തന്നെ നിറവേറ്റും. സുഹൃത്തുക്കളെ, നമ്മുടെ പലരും കർത്താവിനെ സേവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സേവനത്തിന് വിളിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മളെ സേവിക്കാൻ പോകാൻ ശക്തിയും അധികാരവും നൽകുന്നു. നമ്മൾ എന്ത് ധരിക്കണം, എന്ത് തിന്നണം, എവിടെ തങ്ങണം എന്നതിനെക്കുറിച്ച് വിഷമിക്കരുതെന്നും അവൻ കൽപ്പിക്കുന്നു. തന്റെ സേവകരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് സംഭാലിക്കും. ഈലിയാവിനെപ്പോലെ അക്കാലത്ത് വെള്ളവും ഭക്ഷണവും ഇല്ലാതിരുന്നെങ്കിലും കർത്താവ് സംരക്ഷിച്ചതായി നമ്മൾ കാണുന്നു. തന്റെ സേവനവും ദൗത്യവും ചെയ്യുമ്പോൾ ദൈവം തന്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നു. അവനിൽ വിശ്വസിക്കാം, ഒന്നും കൊണ്ടുപോകാതെ. പ്രാർത്ഥന. കൃപാപൂർണമായ ദൈവമേ, നമ്മുടെ സ്വർഗീയ പിതാവേ, നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ബഹുമാനിക്കുന്നു. കർത്താവേ, നിന്നിൽ വിശ്വസിക്കാനും നീ നമ്മോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാനും സഹായിക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമൻ.